നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ചിലരുണ്ട്. അവർ നമ്മുടെ മാതാപിതാക്കളാവാം, ഇണയാവാം, മക്കളാവാം, അല്ലെങ്കിൽ സഹോദരങ്ങളാവാം. നമ്മുടെ ലോകം നിലനിൽക്കുന്നത് തന്നെ അവരുടെ സ്നേഹത്തിലാണ്. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിക്കുന്നത് ആരെയാണ്? അതെ, അവരെ തന്നെയാണ്. നമ്മുടെ നിയന്ത്രണം വിട്ടുവരുന്ന ദേഷ്യം, വാശി കലർന്ന വാക്കുകൾ, ഒരു നിമിഷത്തെ ഇറിറ്റേഷനിൽ പറഞ്ഞു പോകുന്ന അനാവശ്യ പ്രയോഗങ്ങൾ, ഇവയെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന മുറിവുകൾ എത്ര വലുതാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. നമ്മൾ ഒരു അപരിചിതനോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ മയത്തിൽ സംസാരിക്കും, വാക്കുകൾ അളന്നു മുറിക്കും. എന്നാൽ നമ്മുടെ സ്വന്തമെന്ന് നമ്മൾ പറയുന്നവരോട് നമ്മൾക്ക് എന്തിനാണ് ഇത്രയധികം സ്വാതന്ത്ര്യം? നമ്മൾ കരുതുന്നത് ഇവർ നമ്മളെ വിട്ട് എങ്ങോട്ടും പോകില്ല, ഇവരോട് എന്തു പറഞ്ഞാലും കുഴപ്പമില്ല എന്നായിരിക്കും. ഈ ചിന്തയാണ് ഏറ്റവും വലിയ അപകടം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ശരീരം നമ്മളോടൊപ്പം ഉണ്ടാവാം, പക്ഷേ വാക്കുകളാൽ മുറിവേറ്റാൽ അവരുടെ ഹൃദയം നമ്മളിൽ നിന്ന് അകന്നു പോകും. നമ്മുടെ വാക്കുകൾ ഒരു ചുടുചുറ്റിക പോലെയാണ്. അത് ഒരു തവണ ഉപയോഗിക്കുമ്പോൾ മറ്റൊരാളുടെ ആത്മാഭിമാനത്തിൽ ഒരു പാട് വീഴുന്നു. നീ ഒന്നിനും കൊള്ളില്ല, നിന്നെക്കൊണ്ട് ഒരവസരവും ഉപകാരമില്ല, നീ എനിക്കൊരു ഭാരമാണ്. ഈ വാക്കുകൾ കേട്ടു വളരുന്ന ഒരു കുട്ടിയോ കേട്ടു ജീവിക്കുന്ന ഒരു ഇണയോ എത്രത്തോളം മാനസികമായി തളരുന്നുണ്ടാവും? പ്രശസ്ത എഴുത്തുകാരിയും കവിയുമായ മായ ആഞ്ചലോ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് നമ്മൾ ഓർക്കണം. People will forget what you said, people will forget what you did, but people will never forget how you made them feel. നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് ആളുകൾ മറന്നേക്കാം, നിങ്ങൾ ചെയ്തത് എന്താണെന്നും ആളുകൾ മറന്നേക്കാം, പക്ഷേ നിങ്ങൾ അവരെ എങ്ങനെ അനുഭവിപ്പിച്ചു എന്ന് അവർ ഒരിക്കലും മറക്കില്ല. നിങ്ങളുടെ ദേഷ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ഉണ്ടാക്കുന്ന ആ ദുരനുഭവം അവർ ഒരിക്കലും മറക്കില്ല. അത് അവർ നിങ്ങളെ സ്നേഹിക്കുന്നതിനെ ബാധിക്കും. ഈ നിമിഷം മുതൽ നമുക്കൊരു മാറ്റം വരുത്താം. എങ്ങനെ? സ്റ്റോപ്പ്, ബ്രീത്ത്, റെസ്പോണ്ട്. നിർത്തുക, ശ്വാസമെടുക്കുക, പ്രതികരിക്കുക. ദേഷ്യം വരുമ്പോൾ ഉടൻ പ്രതികരിക്കാതെ ഒരടി പിറകോട്ട് നിൽക്കുക. ഒരു ദീർഘശ്വാസം എടുക്കുക. നിങ്ങൾക്ക് അവരോട് ദേഷ്യമാണോ അതോ ആ സാഹചര്യത്തോടാണോ ദേഷ്യമെന്ന് തിരിച്ചറിയുക. വാക്കുകൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. സംസാരിക്കുന്നതിന് മുമ്പ് ആ വാക്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഒരാൾ പറയുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ ആ വാക്ക് പറയരുത്. നിങ്ങൾ ഒരു കാര്യം സോഫ്റ്റ്ലി ക്യാൻ ബി ഫേഴ്സലി സെഡ്, മൃദുവായി പറഞ്ഞാലും ശക്തിയായി പറയാൻ കഴിയുമെന്ന് ഓർക്കുക. ഹീലിംഗ് പവർ ഓഫ് അപ്പോളജി, ക്ഷമയുടെ സൗഖ്യം. നിങ്ങൾ തെറ്റു ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ ഉടൻ ക്ഷമ ചോദിക്കുക. ക്ഷമ ചോദിക്കുന്നത് നിങ്ങളുടെ പരാജയമല്ല, മറിച്ച് നിങ്ങളുടെ ബന്ധത്തോടുള്ള ആദരവാണ്. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ആ ബന്ധങ്ങൾ തകർക്കാൻ നമ്മൾ നമ്മുടെ ദേഷ്യത്തെ അനുവദിക്കരുത്. വിമർശനങ്ങളാകാം, തിരുത്തലുകളാകാം, പക്ഷേ വാക്കുകൾ മുറിപ്പെടുത്തുന്ന രൂപത്തിലാകരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയവാതിലുകൾ തുറന്നിടുക. സ്നേഹവും ബഹുമാനവും ആ വാതിലുകളിലൂടെ ഒഴുകട്ടെ. ഇന്നു മുതൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ അതൊരു മുറിവുണ്ടാക്കുന്ന വാക്കുകളാകരുത്, മറിച്ച് സ്നേഹത്തിന്റെ പാലമാകട്ടെ. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ കുടുംബത്തിന് ഒരു സുരക്ഷിത സങ്കേതമായി മാറട്ടെ. താങ്ക് യു.